क्या बात है, क्यों रुक रखा, क्यों रुक रखा? जाम लगा हुआ। जाम लगा? हाँ दिखा दीजिए सर। അപ്പോൾ ഈ ബീഹാർ റോഡിൽ കൂടെ നമ്മൾ നടക്കുകയാണ്. നടക്കുമ്പം കണ്ട കാഴ്ചയാണ് ഇത്. കണ്ടോ എത്രയോ ട്രക്കുകൾ. രാവിലെ തന്നെ റോഡ് ജാമാണ്. എല്ലാ ട്രക്കുകളെയും ഇവിടെ പിടിച്ചു വെച്ചിട്ടിരിക്കുകയാണ്. ഒന്നും രണ്ടും അല്ല, എല്ലാത്തിനും 2, 4, 6, 6, 2, 12, 12, 2, 12, 4, 16, 18 വീലുള്ള 18, ചിലതിന് 18, ചിലതിന് 20 ചക്രങ്ങളുള്ള ട്രക്ക് സമുച്ചയങ്ങളാണ് ഇവിടെ കാണുന്നത്. അതാ മെയിൻ ഹൈവേയിൽ ഇതാണ് നമ്മുടെ ബീഹാറിൽ കാണാം. രാവിലെ തന്നെ സന്തോഷകരമായ ഒരു കാഴ്ചയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തെന്നാൽ എല്ലാ ട്രക്കുകളെയും നിരയായിട്ട് പിടിച്ചുകൊണ്ടിട്ടിരിക്കുന്നു. ഇതാ അതിൻ്റെ ഇപ്പുറത്ത് ഇനിയിപ്പോൾ അവിടെ വല്ല അപകടം നടന്നു നിർത്തില്ല. ഇതാ ഇപ്പുറത്ത് മറ്റേ ഇവനുമുണ്ട്, എന്താ പറയുക, ഇത് ക്രെയിൻ അവൻ്റെ കയ്യെല്ലാം ആണക്കയ്യെല്ലാം തുമ്പിക്കൈയെല്ലാം നീട്ടിക്കൊണ്ട് അവനും ഇവിടെ നിൽക്കുന്നുണ്ട്. ബാക്കി എല്ലാം സ്റ്റാർട്ടിങ്ങിൽ കിടക്കുവാണ്. 1, 2, 3, 4 അല്ല 10, 100, 150 ട്രക്കുകളാണ് വരവരയായിട്ട് നിൽക്കുന്നത്. ഇതെല്ലാം പട്നയിലേക്ക് പോകുന്നതാണ്. ഇതാ ഇവിടെ നോക്കൂ, ആ ബോർഡിൽ നോക്കൂ നിങ്ങൾ. വെറും 65 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ പട്നയിലേക്ക്. ഇതാ നോക്കൂ, പട്ന എന്ന ബീഹാറിൻ്റെ തലസ്ഥാനമായ പട്നയ്ക്ക് പോകുന്ന ലോറികളാണ് ഇവിടെ എല്ലാം കിടക്കുന്നത്. വരുന്നുണ്ടോ 65 കിലോമീറ്റർ, പട്ന 65 കിലോമീറ്റർ. രാവിലെ തന്നെ കണ്ട അതിമനോഹരമായ കാഴ്ചയാണ് ഈ പേട്ടി ട്രക്കുകളെല്ലാം പിടിച്ചിട്ടേക്കുന്നത്. ഇപ്പോഴാണ് മനസ്സിലായി. ഇതേപോലെ തന്നെ ഇവരുടെ അമ്മാവന്മാർ ഇതാ തിരിച്ചങ്ങും ഇങ്ങോട്ട് വരുന്നു. ഈ റൂട്ടിലൂടെ ഒരു ട്രക്കും പോകണ്ട എന്നാണ് ഇവർ പറയുന്നത്. എന്തൊക്കെയാണോ ഇവിടെ ജാർഖണ്ഡ് അടുത്ത കാരണം മറ്റേ ഇരുമ്പ് ഫാക്ടറിക്ക് അടുത്തല്ലേ ഉണ്ടോ, അവിടുന്ന് അതേപോലെ തന്നെ അശോക് ലേലാൻഡിൻ്റെ നിർമ്മിതമായ ട്രക്കുകൾ എന്ന് പറഞ്ഞ് തിരിച്ച് ഇങ്ങോട്ടും വരുന്നു. അപ്പം അതാണ് സംഭവം. യവന്മാർ ഇങ്ങോട്ട് വരുന്നു, അവന്മാർ അങ്ങോട്ട് പോകുന്നു. ഇടയ്ക്ക് ഏതോ ഒരു പേട്ട് ട്രക്ക്. എൻ്റെ അമ്മോ, ഇതെത്ര 30 ടയറാണ്. 30 ടയർ എന്ത് ടയറാണോ ഇതെല്ലാം. ഇവന്മാരുടെ വണ്ടിക്ക് കാറ്റടിച്ച് ഇവന്മാരുടെ ടൈം പാസ്സായി പോകുന്നത്. ഏതോ ഒരു ട്രക്ക് അവിടെ റോങ് കയറിയിട്ടുണ്ട്, അതാണെന്ന് തോന്നുന്നു. നോക്ക്. അപ്പം ഈ ബീഹാറിലുള്ള രാവിലത്തെ കാഴ്ച നിങ്ങളോട്ട് പങ്കുവെച്ച് നമസ്കാരം. ഇനി ഇതിനകത്ത് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ ഉണ്ടെങ്കിൽ മറക്കാതെ അതും ചെയ്തേക്കട്ടോ. ഇതുപോലുള്ള ട്രക്ക് കാഴ്ചകളുമായി വീണ്ടും അടുത്ത മോർണിംഗ് സവാരിയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. സമയമുള്ളപ്പോഴൊക്കെ വരാം കേട്ടോ. ഇത്ര മനോഹരമായ ഈ കാഴ്ച നിങ്ങളോട്ട് പങ്കുവെക്കാൻ എനിക്ക് അവസരം തന്ന എൻ്റെ യൂട്യൂബിൻ്റെ സബ്സ്ക്രൈബ് പ്രേക്ഷകർക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോകാൻ ശ്രമിക്കുകയാണ്. എന്നാലും ഇതാ കുണാന്ന് വീണ്ടും ട്രക്കുകൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്ന അതിമനോഹരമായ കാഴ്ചകൾ നിങ്ങളോട്ട് ഷെയർ ചെയ്തേക്കാം. ഒന്നുകൂടെ ഇടയ്ക്ക് 2 കുഞ്ഞിന് ഓട്ടോകളുമുണ്ട്. അവന്മാർ എന്തിനാണോ ഈ അത് കയറിയില്ല. ഓക്കെ, ബൈ. ഈ ട്രക്കിൻ്റെ അറ്റം എവിടെയും കിട്ടുമെന്ന് അറിയാണ്ടായിരുന്നു എത്രയും നോക്കി. എവിടെ കിട്ടാൻ ഒരറ്റവും കിട്ടത്തില്ല. അത് കൂടാണ്ട് നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടെ പങ്കുവെക്കുകയാണ്. ഇവിടെ ചായ കുടിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഇതുപോലെ മൺചിരട്ടയിലാണ് ചായ കേട്ടോ. മണ്ണുണ്ടാക്കി ഗ്ലാസ്സിലാണ് ചായ തരിക. ഇതാണ് ഇവരെ ചായ റെഡിയാക്കി എടുക്കുന്നു. മൺ ഗ്ലാസ്സുകളുണ്ടല്ലോ, ഈ കപ്പ്. എന്നിട്ട് ചായ കുടിച്ചോളാം, 5 രൂപ ചായ കുടിച്ചോളാം. എന്നിട്ട് ഈ ഗ്ലാസ് കല്ലിലിട്ട് ചവിട്ടി പിടിച്ചോളാം. നല്ല രസമായിരിക്കും. ഒരു എൻജോയ്മെൻറ്റുമാണ്. അവരെന്തോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അവിടെ. ഇതാണ് നമ്മുടെ ബീഹാറിലൊക്കെ ചായക്കടൽ, അടിപൊളി ചായക്കടല്ലേ ഇത്. പക്ഷേ ബീഹാറിൽ അതിമനോഹരമായ ഒരു ടൗണാട്ടോ ഇത്. ഉണ്ടോ, എന്തൊക്കെയോ ഉണ്ടാക്കിയപ്പോഴേക്കും ആർക്കോ വേണ്ടി വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ഉണ്ട്. അപ്പം ഇത് ഞങ്ങളുടെ ബീഹാറിലെ ഒരു ടൗണിൽ നമ്മൾ കണ്ടുപിടിക്കാം. ഇതാ ഇവർ ചൂട് പൂരികളുണ്ടാക്കി രാവിലെ തന്നെ ചൂട് പൂരികളാണ് ഉണ്ടാക്കി നിൽക്കുന്നത്. എണ്ണയ്ക്കപ്പ ഇതാണ് വഴിയോര കച്ചവടമൊന്നല്ല. ഇതൊക്കെ മെയിൻ 5 സ്റ്റാർ ഹോട്ടലാണ് നമ്മൾ വയ്ക്കുമ്പോഴത്തെ വഴിയോര കച്ചവടമൊക്കെ. നമ്മുടെ ഉത്സവത്തിനും പെരുന്നാളിനും മാത്രമേ ഇങ്ങനെ സാധനങ്ങൾ കണ്ടുള്ളൂ. പക്ഷേ ഇത് ഇവരുടെ 5 സ്റ്റാർ ഹോട്ടലുകളാണ് കേട്ടോ. ഇതാ പുള്ളി ചിരട്ട നമ്മളെപ്പോലുള്ള കുറവ് വരുന്നുണ്ട്. നമ്മൾ ചിരട്ട പിടിക്കില്ല. അതുകൊണ്ടാണ് വേറെ ക്ലാസ്സൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നത്. ചിരട്ട ഇവിടെ ഭയങ്കര തണുപ്പാണ് കേട്ടോ. അതുകൊണ്ടാണ് എല്ലാവരും തലയിൽ തൊപ്പിയും മണ്ണാങ്കാട്ടാക്കിയിട്ടുണ്ട് എല്ലാം ഇരിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു പാലത്തിലൂടെ കടന്നു പോവുകയാണ്. ട്രക്കിൻ്റെ ഈ ട്രാഫിക് കഴിഞ്ഞിട്ടില്ല. വീണ്ടും ട്രിപ്പ്
ട്രക്കുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ഇതുമാത്രം ട്രക്കുകൾ ഇതെവിടെ പോകുന്നു? വെറുതെ അല്ല ബീഹാറിൽ ഇത്ര ദാരിദ്ര്യമായ അവസ്ഥ നമ്മൾ കണ്ടിട്ടും ഇത്ര സമ്പത്ത് വ്യവസ്ഥയെ നമുക്ക് മനസ്സിലായത്. ഇതെല്ലാം ഇവരെ സമ്പത്ത് വ്യവസ്ഥകളാണ്. നമ്മുടെ കേരളം പോലെ ലോട്ടറിയും കള്ളും വിറ്റും മാത്രമല്ല ഇവർ ജീവിക്കുന്നത്. ഇവർ കൃഷിയെടുത്തും പണിയെടുത്തും ഇരുമ്പിൻ്റെ ഫാക്ടറിയും അനേകായിരം ഫാക്ടറികളും അത് ഇത് കൊണ്ട് ഇവർക്ക് സമ്പത്ത് വ്യവസ്ഥ ഭയങ്കരമാണ് ഇവരുടെ. നോക്കുക, അല്ലെങ്കിൽ നോക്കുക, ഈ രാവിലെ നോക്കുക, ആയിരക്കണക്കിന് ട്രക്കുകളാണ് നിരനിരയായിട്ട് പോയി കൂടി തണുത്തുകൊണ്ട് തണുപ്പ് കാരണം നിങ്ങളോട് മര്യാദയ്ക്ക് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. അതുപോലത്തെ ഒരു തണുത്ത പ്രദേശം കൂടിയാണ് ഇതെല്ലാം. ബീഹാർ മൊത്തം തണുപ്പാണ്. എല്ലാ അമ്മാവന്മാരും അമ്മച്ചികളും തലയിലും എല്ലാം മുണ്ടലായിട്ട് നടക്കുന്നതിൽ ഇതാണ് ഇവരുടെ സിറ്റി. ഇവരുടെ മെയിൻ സിറ്റിയാണ്. എൻ്റെ പേര് ഞാൻ പറയുന്നില്ല. പേര് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇവരുടെ സിറ്റീനെ അവമാനിച്ചു എന്ന് പറഞ്ഞ് നാളെ എനിക്കെതിരെ ആരും കേസ് കൊടുത്തിട്ടോ. ഹെൽമെറ്റൊന്നും വേണ്ട കേട്ടോ. ഇവിടെ ഹെൽമെറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. ഹെൽമെറ്റ് ഇവിടെ ബൈക്കിൽ 5 പേർക്കും 6 പേർക്കും 7 പേർക്കും പോവാം. ഒരു വിഷയമില്ല. അവരുടെ കൊച്ചുങ്ങൾ പറയുന്ന പരിപാടി തണുപ്പ് കാരണം പാവങ്ങൾ ഉണ്ടോ തീ കായാനുള്ള പരിപാടിയാണ്. തീ കായാണ് തണുപ്പ് കാരണം തീ കായാണ്ട് അത് എവിടെയാണ് ടൗണിൽ. ഇത് കാണാൻ ഹായ് ഇത് കാണാൻ ഇവരുടെ കടകളാണ് ഇതെല്ലാം. ഇതൊക്കെ ഫർണിച്ചർ ഷോറൂമാണെന്ന് നമ്മുടെ കണ്ണൂരുള്ള ഡംബ്രം ഫർണിച്ചർ ഷോറൂം ഇല്ലേ, അതുപോലത്തെ ഇവരുടെ ഡംബ്രം ഫർണിച്ചർ ഷോറുകളാണ് ഇതൊക്കെ. ഇതൊക്കെയാണ് ഇവരുടെ ഫർണിച്ചർ ഷോറുകൾ. ഉണ്ടോ ഇതാ ഇരുമ്പ് കണ്ടില്ലേ? ഇതുപോലത്തെ ഇരുമ്പിൻ്റെയൊക്കെ ഫാക്ടറികൾ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട്. അതെടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അല്ലാണ്ട് നമ്മളെ പോലെ ഈ മരം എടുക്കാനും വെട്ടുകല്ലെടുക്കാനും പോകുകയാണെങ്കിൽ 4-8 വീല് പോരെ. ഇതാണ്ട് 56 വീല് കാണുന്നുണ്ട് ഒരു വണ്ടിക്ക്. അപ്പം ഭയങ്കര ലോഡുള്ള എന്തോ സാധനങ്ങൾ എടുക്കാൻ പോകുന്നതാണ്. നല്ല ലോഡുന്ന കനമുള്ള സാധനങ്ങളൊക്കെ. ഏകദേശം നമ്മൾ ഒരു 50 മീറ്റർ 500 മീറ്ററോളം 1/2 കിലോമീറ്ററോളം നടന്നു. എന്നിട്ടും ഈ ട്രക്കിൻ്റെ ആദ്യ അവസാനം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ബൈ. ഏകദേശം എനിക്ക് തോന്നുന്നു ട്രക്കിൻ്റെയൊക്കെ ട്രാഫിക് കഴിഞ്ഞു. ബായ്. സ്നേഹപൂർവ്വം നിങ്ങളുടെ ടിപ്സ് ആൻഡ് ട്രാവൽ. വീണ്ടും മനോഹരമായ അടുത്തൊരു വീഡിയോയുമായി എപ്പോഴെങ്കിലും വരാം. എന്നും ഒരു ഞാൻ കൃത്യമായിട്ട് പറയുന്നില്ല. ഓക്കെ ബൈ.